നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. മഹേന്ദ്ര സിംഗ് ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സിൽ ഇനി സഞ്ജു സാംസൺ. മലയാളി താരത്തിന്റെ കൈമാറ്റം സംബന്ധിച്ച നടപടികൾ പൂർണ്ണമായി. വൈകാതെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. സഞ്ജുവിന് പകരം രവീന്ദ്ര ജഡേജ, സാം കറൻ എന്നിവർ രാജസ്ഥാനിലേക്ക് പോകും. മൂവരും ധാരണാപത്രത്തിൽ 2 ദിവസം മുമ്പ് ഒപ്പുവെച്ചു. നേരത്തെ കറനെ ഉൾപ്പെടുന്നതിൽ രാജസ്ഥാന് സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. സഞ്ജുവിന് പകരം രാജസ്ഥാനെ രവീന്ദ്ര ജഡേജ നയിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നായക സ്ഥാനം നൽകാമെന്ന് ഉറപ്പിന്മേലാണ് ജഡേജ തന്റെ ആദ്യ ക്ലബായ രാജസ്ഥാനിലെത്തുന്നത്. ഒരു സീസണിൽ ജഡേജ ചെന്നൈ നയിച്ചിട്ടുണ്ട്. എന്നാൽ ടീം പരാജയം അറിഞ്ഞു തുടങ്ങിയതോടെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റുകയായിരുന്നു. പിന്നീട് ധോണി നായക സ്ഥാനം ഏറ്റെടുത്തു. കഴിഞ്ഞ സീസണിൽ സഞ്ജുവിന് പരിക്കേറ്റ് മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ നായകനായത് റിയാൻ പരാഗ് ആയിരുന്നു. എന്നാൽ സഞ്ജു ടീം വിട്ടാൽ ടീമിന്റെ അടുത്ത നായകനായി റിയാൻ പരാഗിനെ പരിഗണിക്കാൻ ഇടയില്ലെന്നാണ് നിലവിലെ സൂചന. പകരം ഓപ്പണർ യശസ്വി ജയ്സ്വാളിനോ ധ്രുവ് ജുറേലിനോ ആകും രാജസ്ഥാൻ നായക സ്ഥാനത്തേക്ക് ആദ്യ പരിഗണന നൽകുകയെന്ന് വാർത്തകളുണ്ടായിരുന്നു. സാം കറനെ ഉൾപ്പെടുത്തുന്നതിൽ രാജസ്ഥാന് ഓവർസീസ് കോട്ട ഒരു പ്രശ്നമായിരുന്നു. നിലവിലെ വിദേശ താരങ്ങളിൽ ഒരാളെ ഒഴിവാക്കാതെ ഇംഗ്ലണ്ട് ഓൾറൗണ്ടറായ സാം കറനെ ടീമിൽ ഉൾപ്പെടുത്താൻ രാജസ്ഥാന് കഴിയുമായിരുന്നില്ല. സാം കറന്റെ പ്രതിഫലവും കരാറിന് തടസ്സമായിരുന്നു. ചെന്നൈയിൽ 2 കോടി രൂപയാണ് കറന്റെ പ്രതിഫലം. എന്തായാലും മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് സഞ്ജു സാംസൺ. അദ്ദേഹം ചെന്നൈ സൂപ്പർ കിങ്സ്, അതായത് ഈ IPL ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ചില ടീമുകളിലൊന്നാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. ആ ഒരു ടീമിലേക്ക് സഞ്ജു സാംസൺ എത്തിയിരിക്കുകയാണ്. സഞ്ജു സാംസനെ പറ്റി നമുക്കൊന്ന് നോക്കാം. സഞ്ജു സാംസൺ 1994 നവംബർ 11 തിരുവനന്തപുരം ജില്ലയിലെ പുള്ളുവിളയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് സാംസൺ വിശ്വനാഥ് ഡൽഹി പോലീസിൽ കോൺസ്റ്റബിൾ ആയിരുന്നു. കൂടാതെ മുൻ ഫുട്ബോൾ കളിക്കാരൻ. അമ്മ ലിജി വിശ്വനാഥ് വീട്ടമ്മ. സഹോദരൻ സാലി സാംസൺ കേരള ജൂനിയർ ക്രിക്കറ്റിൽ കളിച്ചിട്ടുള്ള വ്യക്തിയാണ്. സഞ്ജു തന്റെ ബാല്യം ഡൽഹിയിലെ പോലീസ് കോളനിയിൽ ചെലവഴിച്ചപ്പോൾ തന്നെ ക്രിക്കറ്റിനോടുള്ള അതിയായ താല്പര്യം വളർന്നു. പിന്നീട് കുടുംബം കേരളത്തിലേക്ക് മടങ്ങിയതോടെ അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ പരിശീലനം തുടങ്ങി. കേരളത്തിന്റെ ജൂനിയർ ടീമുകളിൽ ഉജ്ജ്വലമായ പ്രകടനം കാഴ്ചവെച്ച ശേഷം സംസ്ഥാന രഞ്ജി ടീമിൽ അവസരം കിട്ടി. 2013 രാജസ്ഥാൻ റോയൽസിലൂടെ IPL അരങ്ങേറ്റം നടത്തിയതോടെ ഇന്ത്യ ആകെ ശ്രദ്ധിക്കപ്പെട്ടു. തുടർന്നുള്ള വർഷങ്ങളിൽ IPL ഏറ്റവും സ്ഥിരതയാർന്ന പ്ലെയറിൽ ഒരാളായി മാറി. 2014 അണ്ടർ-19 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. രാജ്യാന്തര ക്രിക്കറ്റിൽ T20 ഫോർമാറ്റിലാണ് ആദ്യ അവസരം കിട്ടിയത്. എങ്കിലും സ്ഥിരതയാർന്ന ഇടം നേടുന്നതിൽ പല വെല്ലുവിളികളും നേരിടേണ്ടി വന്നിരുന്നു. 2023 ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന മത്സരത്തിൽ നേടിയ ആദ്യ അന്താരാഷ്ട്ര സെഞ്ചുറി അദ്ദേഹത്തിന്റെ കരിയറിലെ വലിയ ഒരു മൈൽ സ്റ്റോൺ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. IPLൽ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായി പ്രവർത്തിച്ച സമയത്ത് ടീം നിരവധി മികച്ച സീസണുകൾ നേടി. ബാറ്റിംഗ് കഴിവും വിക്കറ്റ് കീപ്പിംഗ് മികവും കാരണം സഞ്ജു ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും പ്രതീക്ഷയുള്ള താരങ്ങളിൽ ഒരാളായി അംഗീകരിക്കപ്പെടുന്നു. മലയാളികൾക്കും കേരള ക്രിക്കറ്റ് ആരാധകർക്കും അഭിമാനമാണ് സഞ്ജു. ഉയർച്ച താഴ്ചകൾക്കിടയിലും ശക്തമായ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന താരം. ഭാവിയിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പ്രധാന വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരിൽ ഒരാളാകുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു. IPLലെ നേട്ടങ്ങൾ നോക്കാം. സഞ്ജു സാംസൺ IPL ചരിത്രത്തിലെ ഏറ്റവും സ്ഥിരതയാർന്നതും മികച്ച പ്രകടനങ്ങളുമായി മുന്നേറുന്ന മലയാളി താരങ്ങളിൽ ഒരാളാണ്. രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാണ്. 2013 അരങ്ങേറ്റം നടത്തിയ സഞ്ജു യുവാവായിരിക്കെ തന്നെ വലിയ മാച്ചുകളിൽ വലിയ ഇന്നിംഗ്സുകൾ കളിച്ച് ശ്രദ്ധ പിടിച്ചുപറ്റി. 2021 ക്യാപ്റ്റനായി ചുമതലയേറ്റപ്പോൾ ആദ്യ മത്സരത്തിലെ സെഞ്ചുറി നേടി. IPL ചരിത്രത്തിൽ ക്യാപ്റ്റനായുള്ള ആദ്യ മത്സരത്തിൽ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ നായകൻ എന്ന നേട്ടം സ്വന്തമാക്കി. സഞ്ജുവിന്റെ ആകർഷകമായ അറ്റാക്കിംഗ് ബാറ്റിംഗ് ശൈലി, പ്രത്യേകിച്ച് പവർ ഹിറ്റിംഗ്, കവർ ഡ്രൈവ്സ്, ലോഫ്റ്റഡ് ഷോട്ട്സ് എന്നിവ അദ്ദേഹത്തെ ടൂർണമെന്റിലെ ഏറ്റവും അപകടകരമായ മിഡിൽ ഓർഡർ, ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരിൽ ഒരാളായി മാറ്റി. രാജസ്ഥാൻ റോയൽസിന്റെ വിജയത്തിൽ വർഷങ്ങളായി സഞ്ജുവിന്റെ സംഭാവന നിർണായകമാണ്. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ അവസരങ്ങൾ കുറച്ചു കിട്ടിയിട്ടും സഞ്ജു സാംസൺ തന്റെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള താരമാണ്. ഇന്ത്യക്കായി T20യിലാണ് ആദ്യം അരങ്ങേറ്റം. തുടർന്ന് ഏകദിനങ്ങളിലും അവസരങ്ങൾ. 2023 ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിനത്തിൽ നേടിയ മനോഹരമായ സെഞ്ചുറിയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര നേട്ടം. ആ ഇന്നിംഗ്സ് ടീം വിജയത്തിലേക്കും ഇദ്ദേഹത്തിന്റെ കഴിവുകളെ ലോക ക്രിക്കറ്റിന്റെ മുന്നിലെത്തിക്കാനും കാരണമായി. സ്ഥിരതയാർന്ന അവസരം കിട്ടിയാൽ ഇന്ത്യൻ ടീമിന് മിഡിൽ ഓർഡറിലും വിക്കറ്റ് കീപ്പർ സ്ഥാനത്തും ഏറ്റവും ശക്തമായ ഓപ്ഷൻ ആകുമെന്ന് വിദഗ്ധരും ആരാധകരും വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ കൂൾ സ്വഭാവം, പ്രഷർ സിറ്റുവേഷനിൽ കളിക്കാനുള്ള കഴിവ്, സ്ട്രോക്ക് മേക്കിംഗ് മികവ് അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹത്തെ ഒരു വിലപ്പെട്ട താരമാക്കി മാറ്റുകയായിരുന്നു. കേരള ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ
ഏറ്റവും വലിയ താരമായാണ് സഞ്ജു സാംസനെ കാണുന്നത്. വിജയ് ഹസാര ട്രോഫി 2019-2020 സീസണിൽ ഗോവയ്ക്കെതിരായ മത്സരത്തിൽ 212 റൺസ് അടിച്ചാണ് അദ്ദേഹം ഇന്ത്യയുടെ ഏറ്റവും വേഗത്തിലുള്ള ലിസ്റ്റ് എ ഡബിൾ സെഞ്ചുറി എന്ന നേട്ടം നേടിയത്. ഇത് ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ഇന്നിംഗ്സുകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. കേരളത്തിനായി രഞ്ജി ട്രോഫിയിലും സയ്യദ് മുസ്താഖ് അലി ട്രോഫിയിലും വിജയ് ഹസാരയിലും നിരവധി മാച്ചുകൾ ഒറ്റയ്ക്കും മാറ്റിമറിച്ച പ്രകടനങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. കേരള ക്രിക്കറ്റ് ടീം ഉയരങ്ങളിലെത്തുന്നതിൽ സഞ്ജുവിന്റെ സാന്നിധ്യം ഒരു വലിയ ശക്തിയായിരുന്നു. കേരളത്തിന്റെ മുഖം മാറ്റിയതിലും യുവതാരങ്ങൾക്ക് പ്രചോദനമായതിലും സഞ്ജുവിന്റെ പങ്ക് വളരെ വലുതാണ്. സഞ്ജു സാംസൺ തന്റെ കരിയറിൽ നിരവധി ശ്രദ്ധേയ റെക്കോർഡുകൾ സ്വന്തമാക്കിയ താരമാണ്. IPL ചരിത്രത്തിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായി അദ്ദേഹം മാറിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.